എന്താ രവിയേട്ടാ? തനിക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല. നോ, സംതിങ് റോങ്. പ്രോഗ്രാമിന് പോയപ്പോഴേ ഞാനിത് ശ്രദ്ധിച്ചു. ആകെ ഒരു മൂടോട്ട്. ഒന്നുമില്ലെന്നേ, രവിയേട്ടന് വെറുതെ തോന്നുന്നതാ. അല്ല, മുഖം കണ്ടാൽ അറിയാമല്ലോ. കുറെ ദിവസമായില്ലേ ഞാൻ ഈ മുഖം കാണാൻ തുടങ്ങിയിട്ട്. വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പണത്തിനോ മറ്റോ? എന്ത് വിഷമുണ്ടെങ്കിലും മേഴ്സിക്ക് എന്നോട് തുറന്നു പറയാം. ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ളവരാരെയും കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് ഞാൻ അന്യനൊന്നുമല്ലല്ലോ. ഒന്നുമില്ല രവിയേട്ടാ. ഉറപ്പാണല്ലോ? ഹലോ. ആളാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. സ്വീറ്റ് ഡ്രീംസ്. രാവിലെ എഴുന്നേറ്റിട്ട് എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എന്താണെന്ന് മിണ്ടാത്തത്? അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിലൂടെ പറയാനേ കൊള്ളത്തില്ല. വൃത്തികേട്. ഞാൻ അങ്ങോട്ട് വന്ന് സ്വകാര്യമായി പറയാം. അജിത്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ ജീവിതം തകർക്കരുത്. അയ്യോ, ജീവിതം തകരാതിരിക്കാനുള്ള മാർഗമല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ മേഴ്സിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു വെച്ചു. പിന്നെ എനിക്ക് ജോലിയാവും. ആ നെഗറ്റീവ് എല്ലായിടത്ത് പ്രിന്റ് ഇടണം, രവിവർമ്മയെ കാണിക്കണം. അതൊക്കെ വലിയ മെനക്കെടാ. അജിത് പ്ലീസ്. അതാ ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ താൻ ഇങ്ങോട്ട് വാ. ഞാന് ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ 13-ാം നമ്പർ മുറിയിലുണ്ടാവും. ഓക്കെ? ഇതാര്? മേഴ്സിയോ? വാ വാ വാ. സത്യം പറയാലോ, മേഴ്സി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ഇതെന്താ? ഇതൊരുപാട് കാശുണ്ടല്ലോ. എനിക്ക് തരാൻ കൊണ്ടുവന്നതായിരിക്കും. ഞാൻ ചോദിച്ചില്ലെങ്കിലും മേഴ്സി എന്റെ ബുദ്ധിമുട്ടറിഞ്ഞ് കൊണ്ടു തന്നല്ലോ. താങ്ക്സ്. വന്ന കാലം നിൽക്കാതെ ഇരിക്കും മേഴ്സി. അനേറ്റു തരൂ, എനിക്ക് പോണം. അപ്പൊ ഞാൻ ചോദിച്ച കാര്യം? അത് സാധിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട. ഞാനിന്നൊരു ഭാര്യയാണ്. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ ഒരു... അയ്യോ, കഠിനമായ വാക്കുകളൊന്നും പ്രയോഗിക്കല്ലേ. തിരിച്ചെടുക്കാൻ പറ്റാതെ വരും. കാം ഡൗൺ ബേബി, കാം ഡൗൺ. മേഴ്സി, മേഴ്സി. എന്താ ആശാനെ ഹോട്ടലിന്റെ മുന്നിൽ നിന്നൊരു തിരുവാരക്കളി? ദാനോ? ഒരു പെൺകൊച്ച് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. കണ്ടിട്ട് മേഴ്സിയെ പോലെ ഇരിക്കുന്നു. വേറെ ആരെങ്കിലും ആയിരിക്കും. മേഴ്സിയോ? ഞാൻ ഉണ്ടായിരുന്നില്ല ഇത്രയും നേരം ഇവിടെ. അത് വേറെ വലുതായിരിക്കും. എടോ, കാണുന്ന പെമ്പിള്ളേരെല്ലാം സ്വന്തം ഭാര്യമാരെന്ന് തോന്നുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. പോടെ ഓടുന്നു. അല്ല, താനെന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ശരി, കാണാം. ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ശങ്കർലാലിന്റെ മുറിയതാ? ഡബിൾ സോൺ അല്ലേ? അതെ. സാറിന്റെ വൈഫ് ഇപ്പോഴും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. എന്താ? അല്ല, അജിത് സാറിന്റെ കൂടെ മുറി കണ്ടപ്പോ ഞാനോർത്ത് വല്ല ഫോട്ടോ എടുക്കാനും മറ്റു വന്നതാണെന്ന്. കേട്ടോ മനസ്സേ, ഇന്ന് ഹോട്ടൽ ഷായിൽ വെച്ച് രസമുണ്ടായി. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു പെൺകുച്ച് നടന്നു പോകും. കണ്ടാ തന്നെ പോലെ തന്നെ ഇരിക്കും. ആ നടപ്പ് പോലും ഉണ്ട്. ഞാൻ രാവിലെ പുറയുന്ന കൈവിട്ട് വിളിച്ചു. ദൈവാധീനം കൊണ്ട് ആ കൊച്ചു തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോയാൻ. അവസാനം റിസപ്ഷനിൽ ചെന്നപ്പോഴാണ് വിവരം അറിയുന്നത്. റിസപ്ഷനിസ്റ്റ് എന്നോടൊരു ചോദ്യം, സാറിന്റെ ഭാര്യ എപ്പോഴും മോഡലിങ്ങിന് പോകുന്നുണ്ടോ?
നിന്നെ അവർ അജിത്തിന്റെ മുറി വെച്ച് കണ്ടത്രേ. അജിത്തിന്റെ പേര് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സമാധാനമായത്. അവനേതെങ്കിലും ലോക്കൽ അലവലാതെ വളച്ചോണ്ട് വന്നതായിരിക്കും. കള്ളറാസ്കൽ. ഇനി താനമറ്റാണോ? ഓ, മുഖം കണ്ടില്ലേ? കിരിയാത്ത കഷായം കുടിച്ച മാതിരി. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. എനിക്കെന്താ സുഖല്ലേ? പനിയുണ്ടോ? എന്തോ നല്ല സുഖം തോന്നില്ല. ആ, നല്ല സുഖം തോന്നാത്തതിനാണ് അസുഖം എന്ന് പറയുന്നത്. എനിക്ക് ഇന്നലെ സംശയം ഉണ്ടായിരുന്നു. നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണാം. ഉറങ്ങിക്കോ. കള്ളി പറ്റിച്ചളഞ്ഞല്ലോ. എന്താ സുമേ? ചെലവെപ്പോഴാ? തമ്പുരാന്റെ വംശം അന്യം നിന്നു പോകാതിരിക്കാൻ ഒരു അനന്തരാവകാശി പിറക്കാൻ പോകുന്നു. വേണ്ട വേണ്ട, പ്രകടനമൊക്കെ വീട്ടിൽ ചെന്നിട്ട്. ഇതേ ആശുപത്രിയാ. ഹലോ, കുറെ പണം തന്നെ ഒതുക്കാമെന്ന് കരുതിയല്ലേ? അന്ന് വലിയ ശീലാവതിയെ പോലെ ഇറങ്ങി ഓടിയല്ലോ. നിനക്കറിയാമോ, ഒരു വാക്കന്ന് ഞാൻ രവിവർമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നീ വീട്ടിൽ കാണത്തില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? പോകൂ, പോകാൻ. രവിയേട്ടൻ ഇപ്പൊ വരും. നിങ്ങൾ എന്റെ ജീവിതം തകർക്കരുത്. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. ദയവേത് നിങ്ങൾ ഇവിടുന്ന് പോകൂ. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. ഒന്നല്ല, പല പ്രാവശ്യം. I want you. Oh!